നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സമവായമില്ലാത്ത സമരം. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ് സമരം 23-ാം ദിവസം എത്തവേ പ്രശ്നം കൂടുതൽ സങ്കീർണതകളിലേക്ക്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ MLA നിരാഹാരത്തിന്. BJP ഉപവാസം വി മുരളീധരനിൽ നിന്ന് ഏറ്റെടുത്ത് സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്. ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ്. വിദ്യാർത്ഥി സമരം രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് പരിണമിക്കുന്നതിനിടെ പോലീസ് സംരക്ഷണയിൽ ഇന്ന് കോളേജ് തുറക്കാൻ മാനേജ്മെന്റ്. എന്നാൽ കഴിഞ്ഞ ദിവസം BJP നേതാക്കൾക്കു നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കോളേജ് തുറക്കില്ലെന്നും സൂചന. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ ഉറച്ച് പ്രക്ഷോഭം തുടരുന്നത് SFI ഒഴികെയുള്ള സംഘടനകൾ. ലക്ഷ്മി നായരെ മാറ്റി നിർത്തിയുള്ള സമവായ നീക്കം സർക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ഒത്തുകളിയെന്ന് ആക്ഷേപം. പ്രശ്നപരിഹാരം സർവകലാശാലയുടെ കോർട്ടിലേക്ക് തള്ളി സർക്കാർ. അതിനിടെ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് വൈസ് ചാൻസലർമാരുടെ യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം നെഹ്റു ടോംസ് കോളേജ് വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കും. സ്വാശ്രയ മേഖലയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കും. ജനമോ ജെയ്റ്റ്ലിയോ? കാർഷിക ഗ്രാമീണ മേഖലകൾക്ക് മുൻതൂക്കമുള്ള ജെയ്റ്റ്ലി ബഡ്ജറ്റിന് പൊതുസമൂഹത്തിൽ സമ്മിശ്ര പ്രതികരണം. ആദായ നികുതി ഇളവ് മാറ്റി നിർത്തിയാൽ ബഡ്ജറ്റ് നിരാശാജനകമെന്ന് ആക്ഷേപം. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമോ വ്യവസായ വികസനമോ ലക്ഷ്യം വയ്ക്കാത്ത ബഡ്ജറ്റ് എന്ന് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ. കറൻസി പരിഷ്കരണത്തിലെ ദുരിത പരിഹാരത്തിന് വഴികാട്ടാതിരുന്ന ബഡ്ജറ്റിൽ ധനികർക്കും കള്ളപ്പണക്കാർക്കും ജെയ്റ്റ്ലിയുടെ കുരുക്ക്. 3 ലക്ഷം രൂപയ്ക്ക് മേൽ കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നിരോധിച്ചത് കള്ളപ്പണത്തിന് കടിഞ്ഞാണിടുമെന്ന് പ്രതീക്ഷ. കണക്കില്ലാതെ സംഭാവന കൈപ്പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ജെയ്റ്റ്ലിയുടെ കെണി. അരുൺ ജെയ്റ്റ്ലിയുടെ ബഡ്ജറ്റിൽ പ്രഥമ പരിഗണന ലഭിച്ചത് ഗ്രാമീണ കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഗ്രാമീണ ഭവന പദ്ധതികൾക്കും മുൻതൂക്കം. റെയിൽവേക്കുള്ള ആകെ ബഡ്ജറ്റ് നിക്ഷേപം 1,31,000 കോടി. വടക്കിന്റെ മണിമുഴക്കം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഗോവയിലും ഇന്ന് പ്രചരണത്തിന് കൊട്ടിക്കലാശം. ചരിത്രത്തിൽ ആദ്യമായി ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന പഞ്ചാബിൽ മത്സരഫലം പ്രവചനാതീതം. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിലും നവ്ജോത് സിംഗ് സിദ്ധു അടക്കമുള്ളവരുടെ രംഗപ്രവേശത്തിലും പ്രതീക്ഷാർപ്പിച്ച് കോൺഗ്രസ്. അധികാരം നിലനിർത്താൻ കടുത്ത പ്രചരണവുമായി ശിരോമണി അകാലിദൾ BJP സഖ്യം. സംസ്ഥാനത്ത് 3ാം ശക്തിയായി ഉദയം ചെയ്യാൻ കൊണ്ടുപിടിച്ച പ്രചരണവുമായി ആം ആദ്മിയും സജീവം. 40 മണ്ഡലങ്ങളിലേക്കുള്ള ഒറ്റഘട്ട തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി ഗോവയും. പ്രാദേശിക പാർട്ടികളുടെ സഹായമില്ലാതെ പോർക്കളത്തിൽ ഏറ്റുമുട്ടാൻ ഉറച്ച് BJPയും കോൺഗ്രസും. അതേസമയം രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ പ്രചരണം കൊഴുപ്പിച്ച് എല്ലാ പാർട്ടികളും സജീവം. UP പിടിക്കാൻ പ്രത്യേക റോഡ് ഷോയും തിരഞ്ഞെടുപ്പ് റാലികളുമായി കോൺഗ്രസ് സമാജ്വാദി സഖ്യം. ഉത്തർപ്രദേശിൽ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് അഖിലേഷ് യാദവ്. ഓർമ്മകളിലേക്ക് മടക്കം. അഹമ്മദിന് ജന്മനാടിന്റെ ബാഷ്പാഞ്ജലി. ഇന്നലെ പുലർച്ചെ ഡൽഹിയിൽ അന്തരിച്ച ജനനായകന് കണ്ണൂരിന്റെ അശ്രുപൂജ. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ അഹമ്മദിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ നടക്കുന്നു. 2.5 പതിറ്റാണ്ടുകാലം MP ആയിരുന്ന അഹമ്മദിന് ഹൃദയാഘാതം അനുഭവപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ. മരണം RML ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത് ഇന്നലെ പുലർച്ചെ 2:15-ന്. അഹമ്മദിന് 78 വയസ്സായിരുന്നു. വീണ്ടും പണിമുടക്ക് ഭീഷണി. പ്രതിസന്ധികൾക്ക് ബ്രേക്കില്ലാത്ത KSRTCയിൽ വീണ്ടും പണിമുടക്കിന്റെ കാഹളം. ശമ്പളവും പെൻഷനും മുടങ്ങിയതിൽ പ്രതിഷേധവുമായി ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കുമെന്ന് തൊഴിലാളി യൂണിയനുകൾ. സംഘടനാ നേതാക്കളുമായി ഗതാഗത മന്ത്രിയുടെ ചർച്ച ഉച്ചയ്ക്ക്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.